ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നൊരു സ്പെഷ്യൽ ചീസ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റും പിന്നെ സോഫ്റ്റ് ആൻഡ് ക്രീമി ആയിട്ടുള്ളൊരു കേക്കാണ്. ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഈ കേക്ക് നമുക്ക് വീട്ടിലെങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ 7 ഇഞ്ചിൻ്റെ ടിന്നിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ ക്രീം ചീസാണ് വേണ്ടത്. മിൽക്ക് മിസ്റ്റിൻ്റെ ക്രീം ചീസാണ് ഞാൻ എടുത്തത്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 200 ഗ്രാമാണ്. അപ്പോൾ ഇതുപോലത്തെ 2 ബോക്സ് ഞാൻ എടുത്തതിന് ടോട്ടൽ 400 ഗ്രാമാണ് എടുത്തത്. ഇത് കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഇനി ഇത് ബീറ്റർ വെച്ചിട്ട് ചെറിയ സ്പീഡിൽ തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് സോഫ്റ്റ് ആക്കി എടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും പിന്നെ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും ചേർത്തിട്ട് ലോ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ബീറ്റർ ഇല്ലെങ്കിൽ നമുക്ക് വിസ്ക് യൂസ് ചെയ്തിട്ടും ഇത് മിക്സാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് 3 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്, പിന്നെ 1 നുള്ളു ഉപ്പും. ഇനി ഇത് നല്ലപോലെ ബീറ്റ് ചെയ്ത് മിക്സാക്കി എടുക്കണം. മുട്ട എടുക്കുമ്പോൾ അത് റൂം ടെമ്പറേച്ചറിലുള്ളത് തന്നെ എടുക്കണം, തണുപ്പുണ്ടാവാനേ പാടില്ല. ഇനി വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. ഞാൻ ഫിയോണിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തത്. 1 കപ്പും പിന്നെ കുറച്ചും കൂടി എടുത്തത്. ടോട്ടൽ 300 മില്ലി വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തത്. പിന്നെ റൂം ടെമ്പറേച്ചറിലുള്ള വിപ്പിംഗ് ക്രീമാണ് എടുക്കാൻ നോക്കുക. നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് അതെടുത്ത് പുറത്ത് വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് വേണ്ടത് മൈദയാണ്. 4 ടേബിൾ സ്പൂൺ മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മൈദ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറേ സമയം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമുക്ക് ഈ കേക്കിന് വേണ്ടിയിട്ട് വേണ്ടത്. ഇത് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ 7 ഇഞ്ചിൻ്റെ ടിന്നാണ് ഞാൻ ബേക്ക് ചെയ്യാൻ എടുക്കുന്നത്. നമ്മൾ നോർമലായിട്ട് കേക്ക് ഉണ്ടാക്കുന്ന ഇതുപോലത്തെ റൗണ്ട് ഷേപ്പിലുള്ള ടിന്നിൽ തന്നെയാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. ഇതുപോലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലായിരിക്കണം വെച്ച് കൊടുക്കേണ്ടത്. അതെന്തിനാണെന്ന് വെച്ചാൽ ഡീമോൾഡ് ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. ഇതുപോലെ 2 ലെയർ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസ് എല്ലാം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാനിത് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ 40 മിനിറ്റാണ് ഞാൻ വെച്ച് കൊടുത്തിന്. ഇത് ബേക്കായി വരുമ്പോൾ ഇതിൻ്റെ മേലെ കളർ നല്ല ചേഞ്ച് ആയിട്ടുണ്ടാവും. പിന്നെ ആ കേക്കിൻ്റെ ടിന്ന് അനക്കുമ്പോൾ കുലുങ്ങുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അത് വെന്തിട്ടില്ല എന്ന് വിചാരിക്കേണ്ട, അത് അങ്ങനെ തന്നെയാണ് ഉണ്ടാകുക. അതിൻ്റെ ചൂടൊന്ന് പോയി ഒന്ന് തണുക്കുമ്പോൾ അത് സെറ്റ് ആയിക്കോളും. ഇനി ഇത് ഡീമോൾ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം. ഇത് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഓവനില്ലെങ്കിൽ നമുക്ക് സ്റ്റൗ ടോപ്പിലും ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഈ റീൽസിലും ഷോർട്സിലെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ മേലെ ചോക്ലേറ്റ് വെച്ച് കഴിക്കുന്നത്. അപ്പോൾ ഞാനും അതുപോലെ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ച് ആ ടൈം കൊണ്ട് നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽട്ടാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് മെൽറ്റ് ചെയ്ത് വെച്ച് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. ഒരിക്കലെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ കേക്കിന് ഭയങ്കര മധുരമായിട്ടല്ല ഉണ്ടാവുക,
ഇതിൻ്റെ മേലെ ഈ ചോക്ലേറ്റ് ഒഴിച്ച് വയ്ക്കുമ്പോൾ അത് കറക്റ്റ് മധുരം. ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.